മധുസാറിന്റെ വാക്കുകളിലേക്ക് പോകുന്നു. കുട്ടികളിൽ പൊതുവെ തന്നെ അവർ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഒരുപക്ഷെ പാരൻസും മനസ്സിലാക്കാതെ ഒരുതരം ലോൺലിനെസ് ഉണ്ട്. പണ്ട് ഈ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്ന കാലത്ത് അച്ഛനും അമ്മയും അല്ലെങ്കിലും ബാക്കി അമ്മാവനും അനിയനും ചേട്ടനും അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളും എല്ലാം കൂടി എപ്പോഴും അവർക്ക് വീട്ടിലുള്ള ആളുകളുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. അപ്പോൾ കുട്ടികൾ ലോൺലിയാണ്. അപ്പോൾ ഇത് തിരുത്തൽ ആരംഭിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ വേണം. എത്രത്തോളം വീട്ടുകാരും കുട്ടികളുമായിട്ട് ബന്ധമുണ്ടോ, അടുപ്പമുണ്ടോ, അത്രത്തോളം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം അടുപ്പമുണ്ട്. ഇത് ആകപ്പാട് ഒരു ഏകാന്തത വരുമ്പം ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്ത് അതിലൊരല്പം പ്രലോഭനം കൂടി ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകും. സോ ഈ അച്ഛനും അമ്മയും പ്രത്യേകിച്ച്, പിന്നെ ബാക്കി ബന്ധുക്കളും വളർന്നു വരുന്ന കുട്ടികളോടൊരു ഫ്രണ്ട്ലി ഫീലിങ്ങിൽ എല്ലാ കാര്യങ്ങളും അവരെ ഉൾപ്പെടുത്തി കൂടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ, ഇതിനുവേണ്ടി അങ്ങനെ കൊണ്ടു നടക്കണമെന്നെല്ലാം പറഞ്ഞ് അപ്പോൾ ഒരു ഫ്രണ്ട്ലിനെസ് വരികയാണെങ്കിൽ കുറേയൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. മാറ്റം തന്നെയാണ്. ആ മാറ്റം നല്ല കാര്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, നാമും അങ്ങനെ ചെയ്യുക. അതേ ഉള്ളൊരു മാർഗ്ഗം. അതങ്ങനെ ഈ ഫോണിൻ്റെ ഇടപാട്, സ്മാർട്ട് ഫോണൊക്കെ മാറ്റിക്കളയാന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ അതിനൊക്കെ ആവശ്യം ഈ അടുപ്പമാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അച്ഛനും അമ്മയും മോനും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ 3 പേരും ഫോൺ നോക്കിയിരിക്കുന്നതാണ് കാര്യം. അപ്പോൾ ഇവരും ഫോണിലാണ് നോക്കിയിരിക്കണേ. പിന്നെ അവൻ എവിടെ നോക്കും? അവന് നോക്കാൻ ഫോണേ ഉള്ളൂ. വലിയ സങ്കടം തോന്നി. എന്താ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂലേ? ഈ നാട് എങ്ങോട്ട് പോകണു?